എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സി പ്രോഗ്രാമിംഗിലെ ഒരു കിടിലൻ ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനുകൾ. സത്യം പറഞ്ഞാൽ ഇതൊരു സാധാരണ ടോപ്പിക്കല്ല. നിങ്ങളുടെ കോഡിംഗ് രീതിയെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു സൂപ്പർ പവറാണിത്. നിങ്ങൾ പ്രോഗ്രാമിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരാളാണെങ്കിൽ ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരേ കാര്യം ചെയ്യാൻ വേണ്ടി ഒരേ കോഡ് തന്നെ പല സ്ഥലത്തും കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ലേ? അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഗ്രാം വലുതാകും. പിന്നെ അത് വായിച്ചെടുക്കാനും ഭയങ്കര പാടായിരിക്കും, അല്ലേ? എന്നാൽ പേടിക്കേണ്ട, ഇതിനൊരു കിടിലം പരിഹാരമുണ്ട്. അതാണ് ഫംഗ്ഷനുകൾ. പ്രൊഫഷണൽ പ്രോഗ്രാമർമാരൊക്കെ നല്ല ക്ലീനായിട്ടുള്ള, എഫിഷ്യൻ്റായിട്ടുള്ള കോഡ് എഴുതാൻ ഉപയോഗിക്കുന്ന ഒരു സൂപ്പർ ടെക്നിക്കാണിത്. അപ്പോൾ എന്തിനാണ് ഈ പ്രോഗ്രാമർമാർക്കൊക്കെ ഫംഗ്ഷനുകളോട് ഇത്ര ഇഷ്ടം? ഒന്നാമത്തെ കാര്യം പുനരുപയോഗം അഥവാ റീയൂസബിലിറ്റി. അതായത് ഒരു കോഡ് നമ്മൾ ഒരു തവണ എഴുതി വെച്ചാൽ മതി, പിന്നെ എപ്പം വേണമെങ്കിലും എവിടെ വേണമെങ്കിലും നമുക്കത് വീണ്ടും ഉപയോഗിക്കാം. രണ്ടാമത്തേത് മോഡുലാരിറ്റി. ഒരു വലിയ പ്രോഗ്രാമിനെ നമുക്ക് ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് മുറിക്കാൻ പറ്റും. ഒരു വലിയ കെട്ടിടം മൊത്തമായി പണിയുന്നതിന് പകരം ഓരോ റൂമും സെപ്പറേറ്റായി പണിത് കൂട്ടിച്ചേർക്കുന്ന പോലെ. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ? ഡീബഗ്ഗിംഗ് വളരെ എളുപ്പമാകും. ഏതെങ്കിലും ഒരു ഭാഗത്തൊരു പ്രശ്നം വന്നാൽ ആ ചെറിയ ഭാഗത്ത് മാത്രം നോക്കി നമുക്കത് വേഗം കണ്ടുപിടിച്ച് ശരിയാക്കാം. അതുപോലെ കോഡ് മെയിൻറ്റെയിൻ ചെയ്യാനും എളുപ്പമാണ്. ശരി, അപ്പോൾ ഈ ഫംഗ്ഷനുകൾ എങ്ങനെ ഉപയോഗിക്കാം എന്ന് പഠിക്കുന്നതിന് മുൻപ് അതിൻ്റെ ഒരു ഘടന, ഒരു സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കണം. ഒരു ഫംഗ്ഷന് പ്രധാനമായും 3 ഭാഗങ്ങളുണ്ട്. നമുക്ക് നോക്കാം അവ ഏതൊക്കെയാണെന്ന്. എന്താണ് ഒരു ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായി പറയാം. ഒരു പ്രത്യേക ജോലി ചെയ്യാൻ വേണ്ടി നമ്മൾ എഴുതിവെക്കുന്ന കുറച്ച് കോഡ് ലൈനുകളുടെ ഒരു കൂട്ടം, അത്രയുള്ളൂ. മറ്റു ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ ഇതിനെ സബ്റൂട്ടീൻ എന്നോ മെത്തഡ് എന്നോ ഒക്കെ വിളിക്കാറുണ്ട്. സംഭവം ഒന്നുതന്നെ. നമ്മൾ നേരത്തെ പറഞ്ഞ ആ 3 ഭാഗങ്ങൾ ഇവയാണ്: ഡിക്ലറേഷൻ, ഡെഫിനിഷൻ, പിന്നെ കോൾ. ഒരു ഫംഗ്ഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഈ 3 പേരും ഒരുമിച്ച് വേണം. നമുക്ക് ഓരോന്നായിട്ട് എന്താണെന്ന് വിശദമായി നോക്കാം. ഒന്നാമത്തത് ഡിക്ലറേഷൻ. ഇതിനെ പ്രോട്ടോടൈപ്പ് എന്നും പറയും. ഇത് ശരിക്കും കമ്പൈലറിന് നമ്മൾ കൊടുക്കുന്ന ഒരു വാഗ്ദാനം പോലെയാണ്. അതായത് നമ്മൾ കമ്പൈലറിനോട് മുൻകൂട്ടി പറയുകയാണ്, ഹേ കമ്പൈലർ, ആഡ് എന്നു പേരുള്ള 2 ഇൻറ്റിജർ നമ്പറുകൾ ഇൻപുട്ടായി എടുത്ത് ഒരു ഇൻറ്റിജർ തിരിച്ചു തരുന്നൊരു ഫംഗ്ഷനെ ഞാൻ ഈ പ്രോഗ്രാമിൽ താഴെ എവിടെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ എന്ന്. ഈ ലൈനിൻ്റെ അവസാനം ഒരു സെമിക്കോളൻ ഇടാൻ മറക്കരുത്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഇവിടെ പാരാമീറ്ററുകൾക്ക് പേര് കൊടുക്കണമെന്നില്ല, ഡേറ്റ ടൈപ്പ് മാത്രം പറഞ്ഞാൽ മതി. രണ്ടാമത്തത് ഡെഫിനിഷൻ. ഡിക്ലറേഷൻ ഒരു വാഗ്ദാനമായിരുന്നെങ്കിലും ഡെഫിനിഷനാണ് ആ വാഗ്ദാനം പാലിക്കുന്ന സ്ഥലം. അതായത് ഫംഗ്ഷന്റെ യഥാർത്ഥ കോഡ്, അതിൻ്റെ ലോജിക്, അതെന്ത് ജോലിയാണ് ചെയ്യേണ്ടത് എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ എഴുതുന്നത് ഇവിടെയാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, പാരാമീറ്ററുകൾക്ക് നിർബന്ധമായും പേര് കൊടുക്കണം. കാരണം ആ പേരുകൾ വെച്ചിട്ടാണ് ഫംഗ്ഷനുള്ളിൽ നമ്മൾക്ക് കണക്കുകൂട്ടലുകൾ നടത്താൻ പറ്റുക. അപ്പോൾ ഡിക്ലറേഷനും ഡെഫിനിഷനും തമ്മിലുള്ള ഈ വ്യത്യാസം ഒന്നുകൂടി ഉറപ്പിക്കാം. ഇവിടെ നോക്കൂ, ഡിക്ലറേഷൻ എപ്പോഴും ഒരു സെമിക്കോളനിൽ അവസാനിപ്പിക്കും. പക്ഷേ ഡെഫിനിഷന്റെ തലക്കെട്ടിൽ സെമിക്കോളനില്ല. അതുപോലെ ഡിക്ലറേഷനിൽ പാരാമീറ്ററുകളുടെ പേര് വേണമെങ്കിൽ കൊടുക്കാം, നിർബന്ധമില്ല. പക്ഷേ ഡെഫിനിഷനിൽ പേരുകൾ നിർബന്ധമായും വേണം. ഈ ചെറിയ കാര്യങ്ങൾ ഓർത്തുവെച്ചാൽ തന്നെ ഒരുപാട് എററുകൾ ഒഴിവാക്കാം. ഇനി മൂന്നാമത്തെ ആൾ ഫംഗ്ഷൻ കോൾ. ഇതാണ് ആക്ഷൻ. നമ്മൾ ഡിക്ലെയർ ചെയ്ത് ഡിഫൈൻ ചെയ്ത് വെച്ച ഫംഗ്ഷനെ കൊണ്ട് ജോലി ചെയ്യിക്കുന്ന സ്റ്റെപ്പാണിത്. നമ്മൾ അതിൻ്റെ പേര് വിളിച്ച് അതിനു വേണ്ട ഡാറ്റ കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ആ ഫംഗ്ഷൻ ഓടിപ്പോയി അതിൻ്റെ ജോലി ചെയ്തിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫംഗ്ഷന്റെ 3 ഭാഗങ്ങളും മനസ്സിലായി. ഇനി അടുത്ത ചോദ്യം, ഈ ഫംഗ്ഷനുകൾ എങ്ങനെയാണ് പരസ്പരം സംസാരിക്കുന്നത്? അതായത് ഡേറ്റ എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത്? നമുക്കതൊന്ന് നോക്കാം. ഇത് മനസ്സിലാക്കാൻ ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. ഒരു ഫംഗ്ഷൻ ഒരു സ്പെഷ്യലിസ്റ്റ് വർക്കറാണെന്ന് വിചാരിക്കുക. നമ്മൾ അയാൾക്ക് കുറച്ച് അസംസ്കൃത വസ്തുക്കൾ, അതായത് ആർഗ്യുമെന്റുകൾ കൊടുക്കുന്നു. അയാളത് വെച്ച് അയാളുടെ ജോലി ചെയ്യുന്നു. എന്നിട്ട് നമുക്കൊരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ്, അതായത് ഒരു റിട്ടേൺ വാല്യൂ തിരിച്ചു തരുന്നു. സിമ്പിളല്ലേ? അപ്പോൾ ഒരു ഫംഗ്ഷൻ കോൾ നടക്കുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് കോൾ. നമ്മുടെ പ്രോഗ്രാം റിസൾട്ട് =add 5,6 എന്ന ഈ ലൈനിലെത്തുമ്പോൾ അതിന് ഓട്ടം അവിടെ ചെറുതായിട്ടൊന്ന് പോസ് ചെയ്യും. എന്നിട്ട് ഈ 5, 6 എന്നീ വിലകളെ അഥവാ ആർഗ്യുമെന്റുകളെ ആഡ് എന്ന ഫംഗ്ഷനിലേക്ക് കൈമാറും. അടുത്തത് എക്സിക്യൂഷൻ. അപ്പോൾ തന്നെ പ്രോഗ്രാമിൻ്റെ കൺട്രോൾ ആഡ് ഫംഗ്ഷന്റെ കയ്യിലേക്ക് മാറും. ആ ഫംഗ്ഷനുള്ളിൽ നമ്മൾ പാസ് ചെയ്ത 5 എന്ന വില എ എന്ന പാരാമീറ്ററിലും 6 എന്ന വില ബി എന്ന പാരാമീറ്ററിലും സ്റ്റോർ ആവും. എന്നിട്ട് ആ ഫംഗ്ഷന്റെ ഉള്ളിലെ കോഡ് പ്രവർത്തിക്കാൻ തുടങ്ങും. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് റിട്ടേൺ. ഫംഗ്ഷൻ അതിൻ്റെ പണിയൊക്കെ തീർത്ത്, അതായത് എയും ബിയും കൂട്ടി റിട്ടേൺ എന്ന സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ കിട്ടിയ ഉത്തരം, ഈ കേസിൽ 11, തിരികെ എവിടെ നിന്നാണോ അതിനെ വിളിച്ചത് അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചയക്കും.
ഇതോടെ ആ ഫംഗ്ഷന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. അവസാനമായി അസൈൻമെന്റ്. ഇവിടെയാണ് ശരിക്കുള്ള മാജിക് നടക്കുന്നത്. ഫംഗ്ഷൻ തിരിച്ചയച്ച 11 എന്ന വാല്യൂ ഉണ്ടല്ലോ, അത് നമ്മൾ ആദ്യം വിളിച്ച ആഡ് ഓഫ് 5,6 എന്ന ഭാഗത്ത് വന്ന് അതിനെ റീപ്ലേസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ആ ലൈൻ ശരിക്കും റിസൾട്ട് ഈക്വൽസ് 11 എന്ന് മാറും. കണ്ടില്ലേ, എത്ര സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഡേറ്റ എങ്ങനെയാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഈ ഇൻപുട്ട് എടുക്കുന്നതിനെയും ഔട്ട്പുട്ട് കൊടുക്കുന്നതിനെയും അടിസ്ഥാനമാക്കി ഫംഗ്ഷനുകളെ നമുക്ക് 4ആയിട്ട് തിരിക്കാം. ഓരോരോ ആവശ്യങ്ങൾക്ക് ഓരോ ടൈപ്പ് ഫംഗ്ഷൻ, അത്രയുള്ളൂ. ഈ ടേബിളിലേക്കൊന്ന് നോക്കിക്കേ. ഒന്നാമത്തെ ടൈപ്പ് ആർഗ്യുമെന്റ് വാങ്ങുന്നില്ല, വാല്യൂ തിരിച്ചു തരുന്നുമില്ല, വെറുതെ സ്ക്രീനിൽ ഒരു ഹെലോ എന്ന് പ്രിന്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ പോലെ. രണ്ടാമത്തെ ടൈപ്പ് ഇൻപുട്ട് ഒന്നും വേണ്ട, പക്ഷെ ഒരു വാല്യൂ തിരിച്ചു തരും, ഒരു റാൻഡം നമ്പർ ഉണ്ടാക്കി തരുന്ന ഫംഗ്ഷൻ ഇതിനൊരു ഉദാഹരണമാണ്. മൂന്നാമത്തേത് നമ്മളിൽ നിന്നൊരു ഇൻപുട്ട് വാങ്ങും, പക്ഷെ തിരിച്ചൊന്നും തരില്ല, നമ്മൾ കൊടുക്കുന്ന പേര് സ്ക്രീനിൽ പ്രിന്റ് ചെയ്യുന്നൊരു ഫംഗ്ഷൻ ഓർത്താൽ മതി. ഇനി നാലാമത്തേത് ഇൻപുട്ടും വാങ്ങും, ഔട്ട്പുട്ടും തരും. നമ്മൾ ഇതുവരെ കണ്ട ആഡ് ഫംഗ്ഷൻ തന്നെ ഇതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം. ഈ 4 പേരിൽ ഒരു ഹീറോ ഉണ്ട്. അതാണ് ഈ 4ാമത്തെ ടൈപ്പ്. ഇൻപുട്ട് വാങ്ങി പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ട് തിരികെ നൽകുന്നത്. ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ പറ്റുന്നതുകൊണ്ട്, അതായത് ഒരു ഫുൾ 2-വേ കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുന്നതുകൊണ്ട് ഇതാണ് പ്രോഗ്രാമിംഗിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും ഏറ്റവും പവർഫുള്ളുമായ ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ ഫംഗ്ഷനുകളെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു സൂപ്പർ പവർ തന്നെയാണ്. ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കാം. നമ്മൾ എന്തിനാണ് ഫംഗ്ഷനുകൾ ഉപയോഗിക്കുന്നത്? കോഡ് ആവർത്തിക്കുന്നത് ഒഴിവാക്കി അതിന് വൃത്തിയും വെടിപ്പുമുള്ളതാക്കാൻ. ഒരു ഫംഗ്ഷന് എന്തൊക്കെ ഭാഗങ്ങളുണ്ട്? ഡിക്ലറേഷൻ, ഡെഫിനിഷൻ, കോൾ എന്നീ 3 പ്രധാന ഭാഗങ്ങൾ. അവ എങ്ങനെയാണ് സംസാരിക്കുന്നത്? ആർഗ്യുമെന്റുകൾ പാസ് ചെയ്തും വാല്യൂസ് റിട്ടേൺ ചെയ്തും. പിന്നെ എത്ര തരം ഫംഗ്ഷനുകളുണ്ട്? നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ 4 ടൈപ്പ് ഫംഗ്ഷനുകൾ. അപ്പോൾ പോകുന്നതിനു മുൻപ് ഒരു രസകരമായ സത്യം പറയട്ടെ. നിങ്ങൾ ഇതുവരെ എഴുതിയ എല്ലാ സി പ്രോഗ്രാമിലും കുറഞ്ഞത് ഒരു ഫംഗ്ഷനെങ്കിലും ഉണ്ടായിരുന്നു. ഏതാണെന്നറിയാമോ? നമ്മുടെ സ്വന്തം മെയിൻ ഫംഗ്ഷൻ. അതെ, നിങ്ങൾ പ്രോഗ്രാമിംഗ് പഠിച്ചു തുടങ്ങിയ ആദ്യ ദിവസം മുതൽ അറിയാതെ തന്നെ ഫംഗ്ഷനുകൾ ഉപയോഗിക്കുകയായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഫംഗ്ഷനുകളുടെ ഈ സൂപ്പർ പവർ കിട്ടിക്കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ഊഴമാണ്. നിങ്ങളുടെ അടുത്ത പ്രോഗ്രാമിംഗ് ഐഡിയ, നിങ്ങളുടെ അടുത്ത പ്രോജക്റ്റ്, അതിനെ കൂടുതൽ മികച്ചതാക്കാൻ ഈ ഫംഗ്ഷനുകളെ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കാൻ പോകുന്നു? ഒന്ന് ചിന്തിച്ചു നോക്കൂ.